നമ്മൾ HTML CSSന്റെ ബേസിക് ടാഗ്സും അതേപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ പേജും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡിവിഷൻ ടാഗ് എന്താണെന്ന് നോക്കാം. എന്താണ് ഡിവിഷൻ ടാഗ്, എന്താണ് അതിന്റെ യൂസ്ഫുൾ? നമ്മളിപ്പോൾ ഒരു രജിസ്ട്രേഷൻ പേജ് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതല്ലേ പേജ് നോക്കേണ്ട. നമുക്കൊരു ഡിവിഷൻ ടാഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഡിവിഷൻ ടാഗ്, ഈ ഡിവിഷൻ ടാഗ് എന്ന് പറയുന്നത് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഈ ഡിവിഷൻ ടാഗിനുള്ളിലുള്ള വാല്യൂസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിവിഷൻ 2 എന്ന് പറഞ്ഞു കൊടുത്തു, അതേപോലെ തന്നെ അടുത്ത 3 എന്ന് പറഞ്ഞു കൊടുത്തു. ഇതെന്തായിരിക്കും? ബ്ലോക്ക് നെക്സ്റ്റ് ലൈനിലായിരിക്കും ഇത് കാണാം. ഓക്കെ, 2 എന്ന് പറഞ്ഞ് ഇവിടെ വന്നു, അതേപോലെ തന്നെ 3 നെക്സ്റ്റ് ലൈനിലായിരിക്കും കാണാം. എനിക്ക് ഈ ഡിവിഷൻ ടാഗിനെ ഞാൻ പറഞ്ഞു CSS നമുക്ക് ഇന്റേണൽ, ഇൻലൈൻ, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഡിസൈൻ ചെയ്യാം. എക്സ്റ്റേണൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ ഡിവിഷൻ ടാഗിനെ നമുക്ക് എക്സ്റ്റേണൽ CSS വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പം നമ്മൾ എക്സ്റ്റേണൽ CSS എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പം registration.css എന്നുള്ളൊരു ഫയൽ കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ നമ്മുടെ ഡിവിഷൻ ടാഗിന് ഞാൻ ID കൊടുത്തു. ID is equal to ID കൊടുക്കേണ്ട class is equal to division. അതേപോലെ തന്നെ ക്ലാസും ID തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, എല്ലാ എലമെന്റ്സിലും നമുക്ക് ക്ലാസ് നെയിം കൊടുക്കാൻ പറ്റും. അതേപോലെ ഡിവിഷൻ ID എന്ന് പറയുന്നത് യൂണീക്ക് ആയിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു പെർട്ടിക്കുലർ എലമെന്റിൽ ഒരു ID നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഡിവിഷനും ക്ലാസും തമ്മിലുള്ള ഡിഫറൻസ്. ഡിവിഷൻ കൊടുത്തു, എന്നിട്ട് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. അപ്പം എന്തിനാണ് ഡിവിഷൻ ടാഗ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഞാനിവിടെ ഈ ഒരു ഡിവിഷൻ ടാഗിനെ അവിടെ വിളിക്കുകയും ചെയ്തു. പക്ഷേ നമുക്ക് ഇവിടെ എന്താണ് ഡിസൈൻ ഒന്നും അപ്ലൈ ആയിട്ടില്ല. ഈ ഒരു കേസിൽ നമുക്ക് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പേജിനെ അവിടെ ലിങ്ക് ചെയ്യണം. ലിങ്ക് ടാഗിനുള്ളിൽ നമ്മൾ href കൊടുക്കണം. എന്നിട്ട് registration.css, അതേപോലെ എന്ത് റിലേഷൻ ആണ് REL-ല് എന്താണ് സ്റ്റൈൽ ഷീറ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഡിസൈൻ ഇവിടെ അപ്ലൈ ആവത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഡിവിഷൻ ടാഗിന് നമ്മൾ രണ്ടിനും സെയിം പേര് കൊടുത്തിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. നമുക്ക് രണ്ടിനും വേറെ വേറെ പേര് കൊടുക്കാം. ഡിവിഷൻ 2 എന്ന് കൊടുത്തു, അതേപോലെ തന്നെ ഡിവിഷൻ 3 എന്ന് കൊടുത്തു. ഡിവിഷൻ 2-ന് മാത്രമായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് കളർ വരാം. നമ്മൾ ഇവിടെ CSS ഫയലിൽ ഡിവിഷൻ 2-ന് മാത്രം കൊടുക്കാം. ഡിവിഷൻ 2-ന് മാത്രം നമ്മൾ ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബാക്കി ഡിസൈൻസ് അപ്ലൈ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുത്തു, അതേപോലെ തന്നെ ഈ ഡിവിഷൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എലമെന്റ്സ് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഡിവിനുള്ളിൽ 2 എന്നല്ല കൊടുത്തത്. എനിക്ക് ഈ ഡിവിഷൻ ടാഗിൻ്റെ ഉള്ളിൽ ഇനിയും എന്ത് കൊടുക്കാം? ടാഗുകൾ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ 2 എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് അല്ലേ കൊടുത്തത്. എനിക്ക് ഈ ഡിവിഷൻ ടാഗിനുള്ളിൽ എനിക്കിപ്പോൾ ഇമേജ് ലോഡ് ചെയ്യാൻ നമുക്ക് IMG ടാഗ് ഉണ്ട്. IMG SRC-നുള്ളിൽ നമുക്ക് ഇമേജിനെ ലോഡ് ചെയ്യാം. അപ്പോൾ ഈ SRC-നുള്ളിൽ നമ്മൾ ഇമേജിന്റെ പാത്ത് കൊടുത്താൽ നമുക്ക് ഇമേജ് കിട്ടും. ഇപ്പം നമ്മളെ ഫയലിൽ ഇമേജസ് ഒന്നുമില്ല. നമുക്കൊരു ജസ്റ്റ് ഒരു ഇമേജ് നമുക്ക് എടുത്തിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഞാനവിടെ കോപ്പി ചെയ്തു, നമ്മളെ ഈ പേജിൽ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ VS Code-ൽ വന്നു. എന്നിട്ട് നമ്മൾ screenshot.jpg എന്നുള്ള ഫയലിനെ വിളിച്ചു. നമുക്ക് ഇവിടെ നിന്ന് ഐറ്റം കൊടുത്ത് കൊടുക്കും.
അതേപോലെ തന്നെ രജിസ്ട്രേഷൻ അല്ലേ, രജിസ്ട്രേഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പം നമ്മളെ ഈ ഒരു ഡിവിഷൻ ടാഗിനുള്ളിൽ നമ്മൾ ഈ ഒരു ഇമേജിനെ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഹൈറ്റ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സൈസിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഇനിയും ഡിസൈൻസ് അപ്ലൈ ചെയ്യാം. ആ ഒരു ഇമേജിനെ നമുക്ക് സെൻറ്ററിലേക്ക് ആക്കാം. നമ്മുടെ പൊസിഷൻ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് എന്ത് കൊടുക്കാം, ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുക്കാം. എന്ത് കൊടുത്തു, നമ്മൾ ഇമേജ് സെൻറ്ററിലേക്ക് വന്നു. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ കൊടുത്തതുകൊണ്ടാണ് ഫുള്ളി വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് വിഡ്ത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിന് നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, നമ്മൾ ആ ഡിവിൻ്റെ ഹൈറ്റും വിഡ്ത്തും കൊടുത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്, ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ ഒരു ഡിവിനെ വീണ്ടും നമ്മൾ സെൻറ്ററിലേക്ക് ആക്കണമെങ്കിൽ വീണ്ടും ഒരു ഡിവ് കൊടുത്തിട്ട് റാപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. രണ്ടും വേറെ വേറെ ഡിവ് അല്ലേ. ഇവിടെ P3 എന്നുള്ള ഡിവിനെ ഞാൻ ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ ഡിവിഷനെ വേറെ ഡിവിഷൻ വെച്ച് റാപ്പ് ചെയ്തിട്ട് ഇതിനെ സെൻറ്ററിലേക്ക് ആക്കി. ഓക്കെ, ഈ ഒരു ഇമേജ് സെൻട്രൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ ഡിസൈൻ ചെയ്യാം. നമ്മള് പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ 100 പീസ് ഓഫ് പാഡിങ് അപ്ലൈ ആവും. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിസൈൻസ് ചെയ്യാം. ഡിവിഷൻ ടാഗ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഓരോ കാർഡായിട്ട് നമുക്ക് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി തരുന്ന ഒരു വെബ്സൈറ്റ് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഉള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓൾറെഡി ഒരു പെർട്ടിക്കുലർ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ട്വിറ്റർ ഡെവലപ്പേഴ്സ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡെവലപ്പേഴ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു CDN യൂസ് ചെയ്യണം.
കണ്ടോ, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്നാണ് CDN എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവർ സെറ്റ് ഓഫ് സാധനങ്ങൾ ഇവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം അപ്പം എന്താണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ഡോക്സിൽ വന്നിട്ട് നമുക്കിപ്പം നമ്മൾ ടേബിൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തില്ലേ. അപ്പം ആ ടേബിൾസ് നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഉണ്ടോ, ഈ ഒരു പെർട്ടിക്കുലർ ടേബിള് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് പകരം എന്ത് ചെയ്യുക, ഈ ഒരു കോഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് കമാൻഡ്സ്, നമുക്ക് ബട്ടൺ വേണം, ബട്ടൺ കൊടുക്കാം നമുക്ക്. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് ഈ ഒരു ടേബിളിൻ്റെ നമുക്കൊരു ടേബിൾ സ്ട്രിപ്പ്ഡ് എന്നുള്ള കമാൻഡ് വെച്ചിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ ടേബിൾ എടുക്കാം. അല്ലെങ്കിൽ ടേബിൾ ടാഗ് സ്ട്രിപ്പ്ഡ്. ഓക്കെ, അപ്പം ഞാനൊരു ടേബിൾ ഇപ്പോൾ ഈ ഒരു ടേബിൾ എടുക്കാം. എന്നിട്ട് ഞാനൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ആ ടേബിളോടെ കൊടുത്തു. ഇപ്പം ഞാൻ ടേബിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നമ്മൾ HTML ടാഗ് ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. HTML ടാഗ് കൊടുത്തതിന് ശേഷം നമുക്ക് HTML ടാഗ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാനവിടെ ടേബിൾ ടാഗ് കൊടുത്തു. അപ്പം ടേബിൾ ടാഗ് ഇവിടെ വരും. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ടേബിൾ ടാഗ് വരും. ഞാനിവിടെ ബൂട്ട്സ്ട്രാപ്പ് റൺ കൊടുത്തു, സ്റ്റാർട്ടിംഗ് പെയിൻ കൊടുത്തു. ഓൾറെഡി റൺ ആയതുകൊണ്ടാണ് നമുക്ക് വരാത്തത്. ടേബിൾ വന്നു, ബട്ട് ഡിസൈൻസ് ഒന്നും, അപ്പം നമ്മുടെ HTML പേജ് മാത്രമാണ് വന്നിട്ടില്ല, ഡിസൈൻസ് ഒന്നും അപ്ലൈ ആയിട്ടില്ല. അതിനാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു CDN നമ്മൾ യൂസ് ചെയ്യണം. അപ്പം എവിടെയാണ് നമ്മളെ ബൂട്ട്സ്ട്രാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നേ, ക്ലോസ് ചെയ്തോ. നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ വെബ്സൈറ്റിൽ വീണ്ടും പോവാം. അതിനുശേഷം ബൂട്ട്സ്ട്രാപ്പിൽ പോവാം. നമ്മളെ CDN ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മളെ HTML പേജ് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മളൊന്ന് സേവ് ചെയ്തു. എന്തോന്നു, നമ്മളെ ടേബിൾ ടാഗ് അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ഇവിടെ വന്നു. ഓക്കെ, അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ എന്തോന്നു, ഡിസൈൻ അടക്കം വന്നു. നമ്മൾ ആ ടാഗ് മാത്രം കൊടുത്തു, ആ CDN കൊടുത്തു. ഇതാണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ, ഇത് റെസ്പോൺസീവ് ആയിരിക്കും. ഒന്ന്, റെസ്പോൺസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ ടാഗ്സിനെ യൂസ് ചെയ്യാം. ടേബിൾ ടാഗ്സ് അല്ല, സോറി, ബൂട്ട്സ്ട്രാപ്പ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്കിപ്പം ഒരു നാബാർ വേണം. എനിക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ പേജ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരു നാബാർ, എന്താണ് നാബാർ? അപ്പോൾ ഈ ഒരു സെക്ഷൻ കണ്ടോ, ഈ ഒരു സെക്ഷനെ നമുക്ക് നാബാർ എന്ന് വിളിക്കാം. നമുക്കിവിടെ ഡോക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, നാബാർസ് ഇവിടെ പ്രൊവൈഡഡ് ആണ്. നാബാർ എടുത്തതിന് ശേഷം ഞാനത് ഈ ഒരു പെർട്ടിക്കുലർ നാബാർ എടുത്തു, കോഡ് കോപ്പി ചെയ്തു. എന്നിട്ട് ടേബിൾ ടാഗ്സിന്റെ മുകളിലായിട്ട് ഞാൻ എന്ത് കൊടുത്തു, നാബാർ കൊടുത്തു. ഓക്കെ, എന്താണ് ഇവിടെ എന്ത് വന്നിട്ടുണ്ടാവും, നമ്മുടെ നാബാർ ഇവിടെ വന്നുകൊണ്ടോ മുകളിൽ. ഇപ്പൊ ഇവിടെ ഉണ്ടോ, ടേബിൾ ഇവിടെ വളരെ അടുത്താണ് നിൽക്കുന്നത്. എനിക്ക് കുറച്ച് സ്പേസ് വേണം. അപ്പം നമുക്ക് ജാവ ബൂട്ട്സ്ട്രാപ്പിന്റെ തന്നെ നമുക്ക് കുറച്ച് കമാൻഡ്സ് ഉണ്ട്. മാർജിൻ ടോപ്പ് ഇവിടെ യൂസ് ചെയ്യണം. അപ്പം MT-5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാർജിൻ ടോപ്പ് എന്ന് നമുക്കൊരു 5 ഡിസ്റ്റൻസ് ഇവിടെ കയറും. ഇതും
ബൂട്ട്സ്ട്രാപ്പ് തന്നെയാണ്. ബൂട്ട്സ്ട്രാപ്പിൽ CSS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞു. ഞാനിവിടെ ഈ ഒരു പേജ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ് നമ്മളെ റെസ്പോൺസീവ്നെസ് വരുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീൻ സൈസ് മാറുന്നതിനനുസരിച്ചിട്ട് ഇതിന് ചേഞ്ചസ് വരും. അതാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇത് അപ്ലൈ ആവേണ്ടതാണ്. ഇത് അപ്ലൈ ആയിട്ട് താഴത്തേക്ക് ഡ്രോപ്പ് ഡൗൺ വരേണ്ടതാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഒറ്റ CDN നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ 2 CDN ഉണ്ടായിരുന്നു. നമ്മൾ എന്താണ് ബൂട്ട്സ്ട്രാപ്പ് CSSന്റെ CDN മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബോത്ത് CSSഉം അതേപോലെ തന്നെ ഇവിടെ ജാവാസ്ക്രിപ്റ്റിലും CDN അപ്ലൈ ചെയ്യാം. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ജാവാസ്ക്രിപ്റ്റിന്റെ CDN നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇവിടെ അപ്ലൈ ആയി. ഇതാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എനിക്കൊരു ബട്ടൺ കൊടുക്കണം. എനിക്കിവിടെ ഈ ടേബിളിലായിട്ട് ബട്ടൺ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ താഴെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ബട്ടൺ വേണ്ട ഒരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്തു. AHREF ഒരു ആങ്കർ ടാഗ് കൊടുത്തു. എനിക്കൊരു വേറെ പേജിലേക്ക് റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്ത് കൊടുത്തു, ടു ഹോം പേജ് കൊടുത്തു, പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ ക്ലാസ് നെയിം കൊടുക്കാം. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു ബൂട്ട്സ്ട്രാപ്പിന്റെ CSS നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ബട്ടൺ വരാൻ വേണ്ടിയിട്ട് BTN സ്പേസ് BTN -success എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ ബട്ടൺ ഇവിടെ വരുന്നതായിരിക്കും. ഉണ്ടോ? ഇതെന്താണ്? ഇത് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിന്റെ ബട്ടണാണ്. നമുക്ക് വേറെ പേജിലേക്ക് റൗട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. നമ്മളെ എക്സാമ്പിളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ആങ്കർ ടാഗ്. ഇതാണ് ആങ്കർ ടാഗ്. ആങ്കർ ടാഗ് എന്ന് പറഞ്ഞാൽ വേറൊരു പേജിലേക്ക് നമുക്ക് റൗട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആങ്കർ ടാഗ് HREFനുള്ളിൽ നമുക്ക് ഒരു പെർട്ടിക്കുലറിന്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ആങ്കർ ടാഗ്. അതേപോലെ തന്നെ ബട്ടൺ. ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് ഒരുപാട് ഇനിയും കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ നോക്കിയ പോലെ തന്നെ ബട്ടൺസ് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ബട്ടൺസിൽ നോക്കിയാൽ മതി. CSS കളറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളേഴ്സ് പ്രൊവൈഡഡ് ആണ്. ഉണ്ടോ? അപ്പൊ നമ്മൾ സക്സസ് കൊടുത്തപ്പോൾ നമുക്ക് ഗ്രീൻ വന്നു. ഡേഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് റെഡ് കളർ വരും. ഡേഞ്ചർ ഡേഞ്ചർ അവിടെ റെഡ് കളർ ഇവിടെ അപ്ലൈ ആയി. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിളിൽ എഡിറ്റും ഡിലീറ്റ് ബട്ടൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഇതിനെ കൊടുത്തു. ഇവിടെ നമുക്ക് അടുത്തൊരു TD ടാഗ് കൊടുത്തു. ഞാൻ ഈ ലിങ്ക് ടാഗ് ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ എന്താക്കി, എഡിറ്റ് ബട്ടൺ ആക്കി. അതേപോലെ തന്നെ ഒരു ഡിലീറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇൻഫോ കൊടുക്കാം. ഇൻഫോ എന്നുള്ള ബ്ലൂ ആയിരിക്കും. അതേപോലെ തന്നെ ഡിലീറ്റ് നമുക്ക് റെഡ് കൊടുക്കാം. അപ്പം നമ്മൾ ഏറ്റവും അടിയിലുള്ള റോയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് ബാക്കി എല്ലാ റോസിലും അപ്ലൈ ചെയ്യാം. ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ മുകളിലെ സ്പേസ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കിടക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഒരു മിനി വെബ്സൈറ്റ് പോലെ ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ HTML CSS ബൂട്ട്സ്ട്രാപ്പ്.
അതേപോലെ തന്നെ നമുക്ക് ഈ ടേബിളിനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ടേബിളിന് നമുക്ക് ഇപ്പോൾ നമ്മൾ ടേബിളിന് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ടേബിൾ സ്പേസ് ടേബിൾ ഹൈഫൺ ബോർഡ് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടേബിളിന്റെ ഡിസൈൻ ചേഞ്ച് ആവുന്നതായിരിക്കും. മുകളിൽ എന്തോന്നു ഈ ഒരു ബോർഡേഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ വന്നു. നമുക്ക് വീണ്ടും ടേബിളിന് വീണ്ടും ഡിസൈൻ വേറെ എന്തെങ്കിലും ഡിസൈൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ടേബിൾ ടാഗ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള ഡിസൈൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ടേബിളിന്റെ കളർ മാറ്റണമെങ്കിൽ ടേബിളിന്റെ കളർ മാറ്റാം. ടേബിൾ പ്രൈമറി എന്ന് കൊടുത്തിട്ടാൽ നമുക്ക് ഈ ഒരു പ്രൈമറി ആ ഒരു പെർട്ടിക്കുലർ സെല്ലിന് കളർ മാറുന്നതായിരിക്കും. നമ്മൾ ഈ ടീച്ചറിനുള്ളിൽ ഞാൻ ക്ലാസ് ഒരു കൊടുത്തു, കളർ ചേഞ്ച് ആയിരിക്കും. നമ്മളൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ തരുന്ന കളേഴ്സ് മാത്രമേ നമുക്ക് ഡിസൈൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളായിട്ടുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മൾ CSS തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ടേബിൾ സ്ട്രിപ്ഡ് കോളംസ്, അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു CSS അവർ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള CSSന്റെ ക്ലാസ് നെയിംസ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായി, സ്ട്രിപ്പ്ഡ് ആയി. ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം.